എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രദീപ് സജികുമാർ. ഞാൻ ഒരു ഓൺടർപ്രണറാണ്. അതിൻ്റെ കൂടെ തന്നെ പാരഡോക്സ് എവല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനീനെ സ്റ്റാർട്ടപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യലിൻ്റെ കഴിവുകൾ എത്രത്തോളം നമുക്ക് മാപ്പ് ചെയ്യാം, അതിൻ്റെ കഴിവുകളുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം നമുക്ക് കൂട്ടാൻ പറ്റും, ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ആൾക്കാരെ എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റിസർച്ചിലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ പൈ പ്ലാറ്റ്ഫോം എന്നുള്ള പ്രോജക്റ്റിലേക്ക് നമ്മൾ കടന്നായിരുന്നു. പൈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പൊട്ടൻഷ്യൽ ഏറ്റവും മാക്സിമത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെയാണെന്നുള്ള ഒരു തോട്ടിലേക്ക് പിന്നെ നമ്മൾ കിടക്കേണ്ടി വരും. അപ്പം ആസ് എ ടീം വി ഡിസൈഡഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഏർണിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലാണ്. അപ്പോൾ ഈ ഏർണിംഗ് സെഗ്മെന്റിലുള്ള പെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളൊന്ന് അനലൈസ് ചെയ്തു. ഇപ്പം ചിലവർക്ക് ഡയറക്റ്റ് ജോലിയിലേക്ക് പോകണം, ചിലവർക്ക് പഠിക്കണം പിന്നെ ജോലിയിലേക്ക് കയറണം, ചിലവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പോകണം, ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്ന് ഒന്നും അറിയാണ്ട് പകച്ചു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഈ 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ നമ്മൾ വർക്ക് ചെയ്യണം ആദ്യം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ചിന്ത. അപ്പോൾ പഠിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്, ചെയ്യണം എന്നുണ്ട്, നേരെ ജോലിയിലേക്ക് കയറണം എന്നുള്ള കാറ്റഗറി തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഒരു തീരുമാനം. അവിടുന്ന് നമ്മൾ നല്ലൊരു രീതിയിൽ ഇങ്ങനെ ജോലിയിലേക്ക് എത്താം അല്ലെങ്കിൽ ജോലിയിലേക്ക് എത്തിക്കാം ആൾക്കാരെ എന്നുള്ളത് ഞങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവിടുന്നാണ് പൈ ജോബ്സ് എന്നുള്ള ആശയം പിറന്നത്. പൈ ജോബ്സ് എന്നുള്ളത് ഒരു തൊഴിൽ നോക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും സഹായകരം ആവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതോടെ നമ്മളുടെ നെക്സ്റ്റ് അധ്യായം തുറക്കാണ്. നമുക്ക് ഐഡിയാസും സിസ്റ്റത്തിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ എന്ത് അഭിപ്രായവും ധൈര്യത്തോടെ നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.